നമ്മുടെ കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മംഗളവനം പക്ഷിസങ്കേതത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഹൈക്കോടതിയുടെ പുറകിലുള്ള വഴിയിലൂടെയാണ് നമ്മൾ ഈ കൊച്ചു വനത്തിലേക്ക് എത്തിച്ചേരുന്നത്. ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും പൊടിപടലങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയൊരിടം. അപ്പോൾ ഇതാണ് നമ്മുടെ മംഗളവനം ബേർഡ് സാങ്ച്വറിയിലേക്കുള്ള എൻട്രൻസ്. ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക തണുപ്പ് അനുഭവപ്പെടും. ഈ മംഗളവനത്തിൽ കണ്ടുവരുന്ന പക്ഷികളുടെ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഇവിടെ ഇതുവരെ കണ്ടിട്ടുള്ള പക്ഷികളുടെ എല്ലാം പേരും ഫോട്ടോയൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 13 വയസ്സിന് മുകളിലുള്ളവർക്ക് 10 രൂപയാണ് ഇവിടെ ടിക്കറ്റ് ഈടാക്കുന്നത്. അതവർ ക്യാഷായിട്ട് സ്വീകരിക്കില്ല, നമ്മൾ ഗൂഗിൾ പേ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ കണ്ടുവരുന്ന ജൈവ വൈവിധ്യങ്ങളുടെ ഒരു ഡീറ്റെയിൽസും അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഹൈന്ദവ വിശ്വാസപ്രകാരം ഓരോ നക്ഷത്രത്തിനും അനുയോജ്യമായ വൃക്ഷങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും നമുക്കിവിടെ കാണാവുന്നതാണ്. നമ്മൾ പോകുന്ന വഴിയിലെല്ലാം ഇതുപോലെ പക്ഷികളെയും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അടങ്ങിയിട്ടുള്ള ബോർഡുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം. അതുപോലെ ചില ചെടികളുടെ മരങ്ങളുടെയൊക്കെ പേരുകളും അതിൻ്റെ നേരെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ആൽമരത്തിന് ചുവട്ടിലിരിക്കുന്ന ബുദ്ധൻ്റെ ഈ ഒരു രൂപം ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് ആണ് കേട്ടോ. ഈ കാണുന്ന വാച്ച് ടവറിൽ ആളുകൾക്കൊക്കെ കയറി നിന്ന് പക്ഷികളെ നിരീക്ഷിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ആരെയും കയറ്റുന്നില്ല, അവിടെ ക്ലോസ്ഡ് ആണ്. കാരണം ഇത് കുറച്ച് അപകടാവസ്ഥയിലാണ് എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇതിലേക്ക് ഇപ്പോൾ ആളുകളെ കയറ്റി വിടുന്നില്ല. ഇതൊക്കെ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോകേണ്ടതല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. 6 ഇനത്തിൽപ്പെട്ട കണ്ടൽ ചെടികൾ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഈ കണ്ടൽ ചെടികളുടെ വിവരങ്ങൾ അടങ്ങിയ ഒരു ബോർഡാണ് ഈ കാണുന്നത്. ഇത് വായിച്ചാൽ നമുക്ക് അവയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കഴിയും കേട്ടോ. ഇവിടെ നമുക്കധികം കാഴ്ചകളൊന്നും കാണാനുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് കണ്ടു തീർക്കാവുന്ന കാഴ്ചകൾ ഇവിടെ ഉള്ളൂ. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കണ്ടുവരുന്ന പക്ഷികളെ കൂടാതെ ധാരാളം ദേശാടന പക്ഷികളും ഇവിടെ ഓരോ സീസണിലും വന്നു പോകാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ പക്ഷികൾ വളരെ വിരളമാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു കാക്കയെ പോലും കാണാൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ് സത്യം. അതിരാവിലെ ഇവിടെ വരുവാണെങ്കിൽ ചിലപ്പോൾ പക്ഷികളെ കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് 10 to 5 ആണ്. പക്ഷികളെ ഒരെണ്ണത്തിനെ പോലും നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടെ ധാരാളം വവ്വാലുകൾ ഉണ്ടായിരുന്നു. അവയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊതുകുകളുടെ ശല്യം വളരെ കൂടുതലാണ്. കൊതുകുകൾ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു അവിടെ. കാര്യമായിട്ട് കാണാനൊന്നുമില്ലെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ ഒരിക്കലെങ്കിലും നമ്മൾ പോയിരിക്കേണ്ടതല്ലേ.